കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്തുള്ള കയ്യൂർ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഗ്രാമത്തിലെ സ്കൂളിന് മുമ്പിൽ ഒരു കടുക്കമരമുണ്ട്. സീസൺ കഴിയാറായതുകൊണ്ട് തന്നെ ധാരാളം കടുക്കളില്ലെങ്കിലും അല്പസ്വല്പമൊക്കെ ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. നെല്ലിക്കയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരമ്മയെപ്പോലെ മഹത്തായ ധർമ്മമനുഷ്ഠിക്കുന്ന ഒരു കായയാണ് കടുക്ക. സംസ്കൃതത്തിൽ അഭയ എന്നൊരു പേരുണ്ട് കടുക്കയ്ക്ക്. സ്വന്തം അമ്മയെപ്പോലെ വെളിപ്പുറത്തുള്ള അഭയമാണ് കടുക്ക. വില കുറഞ്ഞതും എന്നാൽ വിലപ്പെട്ടതുമായ ഒരു മുൻകരുതലാണ് കടുക്ക. കുറച്ചു കടുക്ക വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നത് പല അടിയന്തര ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കും. പണ്ടുകാലങ്ങളിൽ ഏത് വീട്ടിൽ ചെന്നാലും കടുക്ക സൂക്ഷിച്ചിട്ടുണ്ടാകുമായിരുന്നു. ഇത്തരം ശീലങ്ങൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. കടുക്ക കൊണ്ടുള്ള ചില ലളിതമായ ചികിത്സാരീതികൾ നാട്ടുവൈദ്യത്തിൻ്റെ പ്രചാരത്തിലുണ്ട്. ഗൃഹവൈദ്യവും നാട്ടുവൈദ്യവും അനുഭവ സമ്പത്തിലൂടെ ഉരുത്തിരിഞ്ഞ സമ്പ്രദായങ്ങളാണ്. ത്രിഫലയുടെ ഉത്ഭവം ദൈവാസുര മാനുഷിക സങ്കല്പങ്ങളിലാണെന്നാണ് വൈദിക വിധി. വൈദിക വിധി എന്ന് പറയാൻ കാരണമുണ്ട്. ആയുർവേദം അഥർവവേദത്തിൻ്റെ ഉപവേദമാണ്. ഇത് 5ാമത്തെ വേദമാണെന്നൊക്കെ പറയും. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവ വ്യപാശ്രിതമായ രോഗങ്ങൾ, അസുര വ്യപാശ്രയ രോഗങ്ങൾ, മാനുഷികമായ രോഗങ്ങൾ, ഇതെല്ലാത്തിനും കൂടെ ഓരോന്നിനും പറ്റിയ 3 ദേവതകൾ സൃഷ്ടിച്ച ഔഷധങ്ങളാണ് ഇതെന്നൊക്കെ പൗരാണിക വൃത്തങ്ങൾ പറയുന്നു. അതിൻ്റെയൊക്കെ ഒരു പുരാണ കഥയായിട്ട് മാത്രം ഉൾക്കൊള്ളാതെ അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നമ്മൾ പരീക്ഷണം നടത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ചില മരുന്നുകൾ ചില രോഗങ്ങൾക്ക് സിദ്ധൌഷധമായി ഉപയോഗിക്കാറുണ്ട്. അതിനുള്ള ഫലവും കിട്ടാറുണ്ട്. പക്ഷേ അത് സ്ഥിരമായി കഴിക്കേണ്ടി വരുമ്പോൾ ചില വിപരീത ഫലങ്ങളുണ്ടായേക്കാം. എപ്പോൾ എന്ത് എങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഞാനൊരു വൈദ്യഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് എത്ര കണ്ട് ശരിയുണ്ടെന്നില്ല, അതിനെപ്പറ്റി ഇപ്പം ഞാനത് പരീക്ഷണം നടത്തിയിട്ടില്ല. അതായത് നമ്മൾ ഈ ലൈംഗിക ബന്ധത്തിൽ ചില ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: പ്രവർത്തന സ്ത്രീ ശുക്ലസ്യ രേചനം ബൃഹദീ ഫലം ജാതീഫലം സ്തംഭനഞ്ച ശോഷണീജ ഹരീതകി. ഹരീതകി എന്ന് പറഞ്ഞാൽ കടുക്ക. അപ്പോൾ ഇതിനെങ്ങനെ ശോഷിപ്പിക്കും എന്നാണ് പറയുന്നത്. വളരെ കാലം കൊണ്ട്, പെട്ടെന്നല്ല. പക്ഷേ അപ്പോൾ തുടർച്ചയായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള കാര്യം ഇപ്പം ഞാൻ വൈദ്യഗ്രന്ഥത്തിൽ കണ്ടിട്ടുണ്ട്. ശോഷണീജ ഹരീതകി, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ ഒരു ഗുണം പറയുന്നുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നല്ലേ. അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്, കടുക്ക കൂട്ടിയ മരുന്ന് കഴിച്ചാൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങളുണ്ടാവുമെന്ന്. അപ്പം ഞാൻ ഈ രീതിയിൽ പറയുന്നത്, അത് നമുക്ക് അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രസായന ഗുണം ഉണ്ടാക്കുന്ന അതേ സാധനം തന്നെ ഇതിങ്ങനെ വരുന്ന സമയത്ത് അത് രസായനത്വത്തിന് ഇല്ലായ്മ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ നമുക്കത് റിസർച്ച് നടത്തി ഗവേഷണം നടത്തി നോക്കിയാലേ അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പറയാൻ പറ്റൂ. കാരണം രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, ഇതാണല്ലോ സപ്തധാതുക്കൾ. അപ്പോൾ ഈ സപ്തധാതുക്കളിൽ പെട്ടതാണല്ലോ നമ്മളിപ്പോൾ നേരത്തെ ശോഷിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രസായന ഗുണം ഉള്ള അതേ സാധനം തന്നെ മറിച്ച് അങ്ങനെ ചെയ്യുന്നതായിട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു അഭിപ്രായത്തിലെത്താനാവില്ല ഗവേഷണം നടത്തി നോക്കിയാലല്ലാതെ. വൈദ്യഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സൂചന. ഈ കടുക്ക എന്നത് പൗരുഷത്തിനെ കുറയ്ക്കുന്ന ഒരു സാധനമാണെന്ന് സാധാരണ പറഞ്ഞു വരാറുള്ളതാണ്. അത് ശരിയാണ്, അല്ലാന്ന് പറയാൻ വയ്യ. കാരണം ഈ സന്യാസം സ്വീകരിച്ച സന്യാസിമാർ സ്ഥിരമായി ചുക്കും കടുക്കയും കൂടി കഴിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. മാത്രമല്ല, ഈ കഴിക്കുക മാത്രമല്ല, നമ്മൾ ഒരു സന്യാസിയെ വന്ദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു വസ്ത്രവും, ഒന്നല്ല 4 വസ്ത്രം വേണം, അതുപോട്ടെ വസ്ത്രവും, ഒരു കഷ്ണം ഗോപിയും, ഒരു കട്ട കാവിയും, 4 കടുക്കയും, കുറച്ച് ചുക്കും കൂടി ഈ വസ്ത്രത്തിൽ വെച്ച് കാക്കൽ വെച്ചിട്ടാണ് നമസ്കരിക്കുക പതിവ്. ഇത് കേരളത്തിലത്തെ ആചാരമാണ്. കേരളത്തിൽ നിന്ന് വിട്ടാൽ ഈ ആചാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കാഞ്ചിയിൽ പോയിട്ട് ഇതേപോലെ ഇങ്ങനെ തന്നെ ചെയ്തു പരമാചാര്യരുള്ള കാലത്ത്.
അദ്ദേഹത്തിനത് സൂക്ഷ്മമായിട്ട് മനസ്സിലായില്ല. എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കേണ്ടി വന്നു. അത് അപ്പോൾ അതാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ അതാണ്. അത് ഈ നെല്ലിക്കയും താനിക്കയും കൂടി ചേരുമ്പോൾ അതിൻ്റെ വൃഷ്യ സ്വഭാവം ഇല്ലാണ്ടാക്കണ അല്ലെങ്കിൽ പൗരുഷ ശക്തിയെ കുറയ്ക്കുന്ന ആ സ്വഭാവം ഇല്ലാതെ പോവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഉത്തരേന്ത്യയിൽ ഇത് അവർ ദിവസേന കഴിക്കുന്ന ഒരു മരുന്നായിട്ടും ആഹാരമായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അളവിൽ കുറവെന്ന് വേണം. ആഹാരത്തിനും ഔഷധത്തിനും വ്യത്യാസം എന്ന് വെച്ചാൽ ആഹാരം അധികം കഴിക്കുന്നു, ഔഷധം അല്പമായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ആഹാരത്തിനും ഔഷധത്തിനും ഉള്ള വ്യത്യാസം. ഉത്തരേന്ത്യയിൽ ഇതിൽ സാധാരണ ഒരു ശീലമായിട്ടാണ് കാണുന്നത്. അവർ തണുപ്പുള്ള സമയത്ത് ഇത് ഈ കാട്ടുജാതിക്കാർ ഇത് ത്രിഫല അവരെ കൊണ്ടു കൊടുക്കും. അതവർ വീട്ടിൽ സൂക്ഷിച്ച് വെച്ച് പൊടിച്ച് വെച്ചിരുന്ന് ദിവസേന അവരുടെ ആഹാരരീതിക്ക് അനുയോജ്യമായിട്ട് അത് കഴിച്ചു തുടങ്ങുന്നുണ്ട്. അത് അവർക്ക് ഒരു നിത്യരസായനമായിട്ടാണ് തോന്നുന്നത്. അവർക്ക് ദേഹത്തിൽ ദുഷ്ടി സംഭവിക്കാതെ അതേസമയം ശരീരത്തിലുള്ള പോഷകാംശം നഷ്ടപ്പെടാതെ ഈ ത്രിഫല അവരെ കാത്തു രക്ഷിക്കുന്നു. വൈറ്റമിൻ സി, ബി കോംപ്ലക്സ്, അതുപോലെ പ്രോട്ടീൻ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഈ നെല്ലിക്കയെ നാം നേത്രരോഗങ്ങൾ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാണ്. ത്രിഫല ചൂർണ്ണമൊക്കെ വളരെ സാധാരണമായിട്ട് ജനങ്ങൾ വളരെയധികം അറിയുന്നതും ഉപയോഗപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ഔഷധിയാണ്. അതിലൊരു ഘടകമാണ് നെല്ലിക്ക എന്നത്. അവ നെല്ലിക്ക ചൂർണ്ണം തേനിൽ ചേർത്തോ അല്ലെങ്കിൽ ത്രിഫല ചൂർണ്ണം ഈ നേത്രരോഗങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നു. നെല്ലിക്ക തന്നെ അതിലടങ്ങിയിരിക്കുന്ന ഈ വൈറ്റമിൻ സി ക്യാൻസർ രോഗത്തിലെ ആ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ രോഗികളിൽ ഏത് വിധത്തിലുള്ള ക്യാൻസർ രോഗികളായാലും അവരുടെ ഒരു ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ രോഗപ്രതിരോധനം എന്ന നിലയിൽ ഈ നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ബ്രഹ്മരസായനം, ചവനപ്രാശം മുതലായവയെല്ലാം വളരെ ദിവസേന എന്നോണം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കണ്ണു ചൊറിച്ചിൽ, പുകച്ചിൽ, വയറു പുകച്ചിൽ ഇവ മാറാൻ ത്രിഫല ചൂർണം ഉത്തമമാണ്. കണ്ണു ചൊറിച്ചിലിനും പുകച്ചിലിനും ത്രിഫല ചൂർണം ഇരട്ടി മധുരം ചേർത്ത് വെന്ത വെള്ളം ഉപയോഗിച്ച് കണ്ണു കഴുകുക. കൂടെ തൊണ്ടവേദന അഥവാ പഴകിയ ടോൺസിലൈറ്റിസ് അനുഭവപ്പെടുന്നവർ കടുക്കാപ്പൊടി അല്ലെങ്കിൽ ത്രിഫല ചൂർണം 3 മുതൽ 6 ഗ്രാം വരെ തേൻ ചേർത്ത് കഴിക്കുക. അതുപോലെ ത്രിഫല ചൂർണം ഇട്ട് തിളപ്പിച്ച വെള്ളം കുലുക്കുഴിയുക അഥവാ ഗാർഗിൾ ചെയ്യുക.